ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ന്യൂസ് പേപ്പറിലേക്ക് പോവാം. ഇന്നലത്തെ ഡിസ്കസ് ചെയ്യാണ്ട് നമുക്ക് ആദ്യത്തെ ന്യൂസ് പേപ്പറിലെ ന്യൂസ് സിദ്ധരാമയ്യയുടെ ഒരു ഫോട്ടോ ഒക്കെ കാണാം, കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ. അപ്പൊ കർണാടകവുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഒരു സെക്ഷൽ ഹരാസ്മെന്റ് കേസ്, ഒരു സ്കാൻഡലാണ് അത്. കർണാടകത്തിലെ JDS എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ്. ഇത് സിദ്ധരാമയ്യ കോൺഗ്രസിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്. ഒപ്പം BJP ആണ് അവിടുത്തെ രണ്ടാമത്തെ വലിയ പാർട്ടി. മൂന്നാമതൊരു പാർട്ടിയുണ്ട് JDS, ജനതാദൾ സെക്യുലർ. പഴയ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ദേവഗൌഡയുടെ പാർട്ടിയാണ്. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ദേവഗൌഡ. അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് JDS, ജനതാദൾ സെക്യുലർ. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സൺ പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന ഒരു MP ഉണ്ട്. MP ആണ് അയാള്. പക്ഷെ അയാൾക്കെതിരെ കുറെ സെക്ഷൽ സ്കാൻഡൽസ്, വീഡിയോസും ഒക്കെ ഇറങ്ങി. പക്ഷെ അയാളെ ഈ MP മാർക്കൊക്കെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉണ്ട്. അത് ഉപയോഗിച്ച് അയാൾ ജർമ്മനിയിലേക്ക് രക്ഷപ്പെട്ടു. അപ്പൊ അയാളുടെ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യണം എന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഏത് മിനിസ്ട്രിയോട് ആവശ്യപ്പെടേണ്ടത്? ഒരാളുടെ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഹോം മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ഈ പാസ്പോർട്ടും ഒക്കെ വരുന്നത്. അപ്പൊ ഹോം മിനിസ്ട്രിയോട് ആവശ്യപ്പെട്ടേക്കാണ് കർണാടക ഗവൺമെന്റ്. അതാണ് ഹിന്ദുവിലെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് പറയാനൊന്നുമില്ല. വയലൻസ് എറപ്റ്റ്സ് ഇൻ ബംഗാൾ ഓവർ ഡെത്ത് ഓഫ് BJP. അവിടെ എന്നും ഇതൊക്കെയാണ്. അതുകൊണ്ടാണ് അവിടെ സെവൻ ഫേസ് പോളിംഗ് ഒക്കെ നടത്തേണ്ടി വരുന്നത്. ഇനി നാളെ ഇനി 6th ഫേസ് ഓഫ് ഇലക്ഷൻ ആണ്. 25th ഓഫ് നാളെ മറ്റന്നാളോ ഇന്നിപ്പോ 23 or 24. അപ്പൊ എന്തായാലും 25th അടുത്ത ഫേസ്. എനിക്കിപ്പോ ഡേറ്റ് ചെയ്യാൻ ഓർമ്മയില്ല. അപ്പൊ അത് കഴിയുമ്പോൾ ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റുകളിലും ഇലക്ഷൻ കഴിയും. പിന്നെ ആകപ്പാടെ ബീഹാർ, വെസ്റ്റ് ബംഗാൾ പോലുള്ള ചില സ്റ്റേറ്റുകളിൽ മാത്രമാണ് ചുരുക്കം ചില സീറ്റുകളിൽ ബാക്കി ഇലക്ഷൻ നടക്കേണ്ടത്. അപ്പം ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിനാരിയോ ആണ് വെസ്റ്റ് ബംഗാളിലൊക്കെ ഉള്ളത്. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ അവിടെ ഒന്നും എനിക്ക് യഥാർത്ഥത്തിൽ ഒന്നും പറയാനില്ല. എല്ലാം ഫുൾ പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. പിന്നെ ആകപ്പാടെ ചീഫ് മിനിസ്റ്റേഴ്സിന്റെ ഒക്കെ ഫോട്ടോസ് ഒക്കെ ഉള്ളതൊക്കെ വേണമെങ്കിലേ പറയാനുള്ളൂ. സത്യത്തിൽ ഈ പേജിൽ ചീഫ് മിനിസ്റ്റർ ഒരു ഫോട്ടോ ഇല്ല. അപ്പം നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ അവിടെ ഇതൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. അതിൻ്റെ അടുത്ത പേജുകളെല്ലാം അങ്ങനെ തന്നെയാണ്. നമുക്ക് എഡിറ്റോറിയൽ പേജിലേക്ക് പോവാം. ഫസ്റ്റ് എഡിറ്റോറിയൽ പവർഫുൾ സിംബോളിക് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. അത് എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ, ഇന്നലെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഉണ്ടായി. ഇസ്രായേൽ നമുക്കറിയാം വളരെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള അറ്റാക്ക് ഗാസയിലും ആൻഡ് അഡ്ജോയിനിങ് ഏരിയാസിലും ഒക്കെ നടത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധത്തില്. റീറ്റാലിയേഷൻ ഫോർ October 7 attacks they faced in ഇസ്രായേൽ ബൈ ഹമാസ്. അതിന്റെ അഗേൻസ്റ്റ് ആയിട്ടുള്ള റീറ്റാലിയേഷൻ ആണ് അവർ ചെയ്യുന്നത്. പക്ഷേ റീറ്റാലിയേഷൻ ഭയങ്കര അഗ്രസീവ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം, അല്ലെങ്കിൽ അത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഒരു ഗ്ലോബൽ ഒപ്പീനിയൻ ഇൻ ഫേവർ ഓഫ് ഇസ്രായേൽ ആയിരുന്നു ഓൺ October 7 ആൻഡ് ആഫ്റ്റർമാത്ത് ഓഫ് October 7 സമയത്തും ഗ്ലോബൽ ഒപ്പീനിയൻ വാസ് ഇൻ ഫേവർ ഓഫ് ഇസ്രായേൽ, ഇൻക്ലൂഡിങ് ഇന്ത്യ. അവർക്ക് ഒപ്പം സോളിഡാരിറ്റിയിൽ നിന്നു ഇസ്രായേലിനൊപ്പം. പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഇസ്രായേൽ ഡിഡ് സം ക്രൈംസ് അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്ന് പറയേണ്ടി വരും. ഹ്യൂമാനിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്രൈംസ് ചെയ്തെന്നല്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ട്രഡീഷണലി ഇസ്രായേലിനെയും US-നെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പല യൂറോപ്യൻ രാജ്യങ്ങൾ പോലെ മാറി ചിന്തിക്കാൻ തുടങ്ങി. ആഫ്രിക്കയിലെ ഒരു രാജ്യമായ സൗത്ത് ആഫ്രിക്ക ഇസ്രായേലിന് അഗെയിൻസ്റ്റ് ആയിട്ട് ICJ കേസ് കൊടുത്തു. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ കേസ് കൊടുത്തു. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ആ കേസിന്റെ അടുത്ത സിറ്റിംഗ് എനിക്ക് തോന്നുന്നു നാളെയോ മറ്റന്നാളോ ആണ്. ICJ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ. അതേ സമയത്ത് ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, രണ്ട് കോർട്ടുകളുണ്ടല്ലോ UN-ന്റെ. ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടും ICJ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും. രണ്ടും UN-ന്റെ കോർട്ടുകളാണ്. നെതർലാൻഡ്സിലെ ഹേഗ് ആണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. നെതർലാൻഡ്സിലെ ഹേഗ്. അപ്പൊ ICJ കേസ് കൊടുത്തത് ആരാണ്? സൗത്ത് ആഫ്രിക്കയാണ്. ഇസ്രായേലിന് അവർ കമ്മിറ്റ് ചെയ്യുന്ന വാർ ക്രൈംസിനെ അക്കൗണ്ടബിൾ ആക്കണം. പലസ്തീനിൽ അല്ലെങ്കിൽ പലസ്തീന്റെ ഭാഗമായ ഗാസയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വാർ ക്രൈംസിനെ അവരെ അക്കൗണ്ടബിൾ ആക്കണം എന്ന് പറഞ്ഞാണ് ICJ ആര് കേസ് കൊടുത്തത്? സൗത്ത് ആഫ്രിക്ക കേസ് കൊടുത്തത്. അതേ സമയത്ത് ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്ററായ ബെഞ്ചമിൻ നെതന്യാഹു, അതുപോലെ ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ, ഇവർ രണ്ടുപേരും, അതുപോലെ ഹമാസിന്റെ പൊളിറ്റിക്കൽ കോർഡിനേറ്ററായ ഇസ്മായിൽ ഹനിയ, അതുപോലെ അവരുടെ വേറെ 2-3 ലീഡേഴ്സ്, ഇവന്മാരെല്ലാരെയും വാർ ക്രിമിനലുകളായിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഫ്രണ്ടിൽ ICJ-യിലും ICC-യിലും ഒക്കെ വലിയ തിരിച്ചടികൾ ഇസ്രായേലിന് നേരിടുന്നു. ഒപ്പം അതിനും വലിയ തിരിച്ചടിയാണ് യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായ 3 രാജ്യങ്ങൾ. ഈ 3 രാജ്യങ്ങൾ, ഞാൻ പറയാൻ പോകുന്ന 3 രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാണ്. യൂറോപ്യൻ യൂണിയനൊക്കെ ട്രഡീഷണലി സപ്പോർട്ടിങ് ഇസ്രായേലാണ്.
അപ്പൊ ആ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായ 3 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് നോർവേ ആണ്, രണ്ടാമത്തത് അയർലൻഡ് ആണ്, മൂന്നാമത്തത് സ്പെയിൻ ആണ്. ഈ 3 രാജ്യങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു. എന്താണ് തീരുമാനിച്ചെന്ന് വെച്ചാൽ പലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യത്തിനെ റെക്കഗ്നൈസ് ചെയ്യാൻ തീരുമാനിച്ചു. പലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം എന്ന് ഞാൻ പറഞ്ഞ തെറ്റാണ്. പലസ്തീനിനെ ഒരു കൺട്രി ആയിട്ട് ഇതുവരെ UN പോലും റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. പക്ഷേ സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യാൻ ഇവരെ റെക്കഗ്നൈസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ 3 രാജ്യങ്ങൾ. അത് ഇസ്രായേലിന് വലിയൊരു തിരിച്ചടിയാവാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, അവരെ ട്രഡീഷണലി സപ്പോർട്ട് ചെയ്തുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന ബ്ലോക്കിന്റെ പ്രധാനപ്പെട്ട കണ്ണികളായിട്ടുള്ള 3 രാജ്യങ്ങളാണ്. അപ്പോ ഈ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി, ഞാൻ നിങ്ങൾക്ക് അത് ഡിസ്കസ് ചെയ്തായിരുന്നു. സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം ഈ നമ്മളെ ചെന്നൈയിൽ നിന്ന് ഇസ്രായേലിനെ ലക്ഷ്യമാക്കി പൊക്കിക്കൊണ്ടിരുന്ന ആംസ് വരെ ആയുധങ്ങളൊക്കെ അടങ്ങി കൊണ്ടുപോകുന്ന ഒരു ഷിപ്പിനെ തടഞ്ഞ് സ്പെയിനിലിട്ടിട്ട് അത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അതിന്റെ കാര്യം ഇതാണ്, ഇസ്രായേലിന് ആയുധങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ആ ആയുധങ്ങൾ അവര് സാധാരണക്കാരായ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ എതിരെ ആണ് പലസ്തീനിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഗാസയിൽ ഉപയോഗിക്കുന്ന റാഫ പോലുള്ള മേഖലകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോ അതിന് തുടർച്ചയായിട്ടാണ് ഇതേ സ്പെയിൻ ഈ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. ഈ പലസ്തീൻ നേഷനായിട്ട് തന്നെ അംഗീകരിക്കാൻ വേണം, റെക്കഗ്നൈസ് ചെയ്യാൻ വേണം. അതാണ് അവർ പറയുന്ന കാര്യം. പലസ്തീനിൽ ഒരു അവര് ഗാസയോ അല്ലെങ്കിൽ ഗാസ റൂൾ ചെയ്യുന്ന ഹമാസിനെയോ അല്ല അവർ അംഗീകരിക്കുന്നത്. പലസ്തീൻ എന്ന് പറഞ്ഞ ഹമാസ് അല്ല, പലസ്തീൻ എന്ന് പറയുന്നത് പലസ്തീൻ അതോറിറ്റിയെ റൂൾ ചെയ്യുന്ന മെഹമ്മൂദ് അബ്ബാസിന്റെ ഗവൺമെന്റ് ആണ് എന്നാണ് അവർ പറയുന്നത്. ഈ 3 രാജ്യങ്ങളും മെഹമ്മൂദ് അബ്ബാസ് ആണല്ലോ പലസ്തീന്റെ പ്രസിഡന്റ്. ആ പലസ്തീൻ പ്രസിഡന്റ് റൂൾ ചെയ്യുന്ന പ്രദേശം അത് ലെജിറ്റിമേറ്റ് ആയിട്ട് ഒരു ഗവൺമെന്റ് ആണ്, പീസ് ലവിംഗ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ്. സോ ദേ ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് എന്നുള്ളൊരു സ്റ്റാൻഡാണ് ഈ നോർവേയും അയർലൻഡ് സ്പെയിനും എടുക്കുന്നത്. അതിന് വളരെ വയലന്റ് ആയിട്ടാണ് ഇസ്രായേൽ പ്രതികരിച്ചത്. ഇസ്രായേൽ ഈ 3 രാജ്യങ്ങളിലും ഉള്ള ഇസ്രായേലിന്റെ റെപ്രസെന്റേറ്റീവ്സിനെ, അവർ അംബാസിഡേഴ്സ് ഉണ്ടല്ലോ, അവരെയൊക്കെ റീകോൾ ചെയ്ത് തിരിച്ചു വിളിച്ചു. എന്നിട്ട് കോൾ ബാക്ക് ചെയ്തു. അതിനുശേഷം അവരുടെ രാജ്യത്തുള്ള ഇസ്രായേലിലുള്ള ഈ 3 രാജ്യങ്ങളുടെയും റെപ്രസെന്റേറ്റീവ്സിനെ സമ്മൺ ചെയ്ത് അവരെ ഭയങ്കര ഇതായിട്ട് എന്താ പറയുന്ന ഇതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തു. അതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എഡിറ്റോറിയൽ അതും ഇന്നലെ വന്നൊരു പ്രധാനപ്പെട്ട ഡിസിഷനാണ്. ആക്ച്വലി ഈ വർഷത്തിന് ഒരു പ്രത്യേകത, 2024 എന്ന് പറയുന്ന ഇയർ വേൾഡിലെ മൊത്തം പോപ്പുലേഷന്റെ ഏതാണ്ട് 60-70% ആൾക്കാരും ഉൾക്കൊള്ളുന്ന മേഖലകൾ ഇലക്ഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന വർഷമാണ്. ഒരുപക്ഷെ നമ്മളുടെ ഹ്യൂമൻ കൈൻഡിന്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടായിരിക്കാം ഇത്രയും പ്രദേശങ്ങളിൽ ഒരേ വർഷം ഇലക്ഷൻ നടക്കുന്നത്. ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുന്നു, പാകിസ്ഥാനിൽ ഇലക്ഷൻ കഴിഞ്ഞു, ബംഗ്ലാദേശിൽ ഇലക്ഷൻ കഴിഞ്ഞു, അമേരിക്കയിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നു, ബ്രിട്ടനിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു, മെക്സിക്കോയിൽ ഇലക്ഷൻ ക്യാമ്പയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സൗത്ത് ആഫ്രിക്കയിൽ ഈ വർഷം ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോയാണ്. അങ്ങനെ ഇലക്ഷനുകളുടെ ഒരു മേളമാണ് ഈ വർഷം. 2024 എന്ന ഇയറിന്റെ ഏറ്റവും വലിയ ചരിത്രപരമായ പ്രത്യേകതയും അത് തന്നെയാണ്. അപ്പോ UK ആക്ച്വലി ഈ വർഷം അല്ലായിരുന്നു ഇലക്ഷൻ നടക്കേണ്ടത്, നെക്സ്റ്റ് ഇയറിലാണ്. പക്ഷെ UK പ്രൈം മിനിസ്റ്റർ ഋഷി സുനാഗ് പെട്ടെന്ന് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. അതിന്റെ കാരണമായിട്ട് എന്തൊക്കെയാണെന്നാണ് ഈ പറയുന്നത്. ആക്ച്വലി 14 വർഷമായിട്ട് UK ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഋഷി സുനാഗിന്റെ പാർട്ടിയെ കൺസർവേറ്റീവ് പാർട്ടിയാണ്. അവരുടെ ഏറ്റവും ലോവസ്റ്റ് അപ്രൂവൽ റേറ്റിംഗിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു ഇലക്ഷൻ നടന്നാൽ ഋഷി സുനാഗ് ഉൾപ്പെടെ അവിടെ തോക്കും എന്നുള്ള കണ്ടീഷനായിരുന്നു. അതായത് പാർട്ടി എന്തായാലും തോക്കും എന്നുള്ള ഇതിലായിരുന്നു. പക്ഷെ ഇപ്പോ ചിലപ്പം തോൽവി ഇനിയും തോക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അവര് കരുതുന്നത് എന്തൊക്കെ ഒരു പോസിറ്റീവ്സ് അവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ഇൻഫ്ലേഷൻ UK കഴിഞ്ഞ കുറെ ആയിട്ട് ഭയങ്കര ഹൈ ആയിരുന്നു. പക്ഷെ ആ ഇൻഫ്ലേഷൻ ലെസ് ദാൻ 2.3% കൊണ്ടുവരാൻ ഇപ്പൊ അവർക്ക് കഴിഞ്ഞു. പിന്നെ ഭയങ്കര ഒരു പൊളിറ്റിക്കൽ സക്സസ് ഋഷി സുനാഗിന് ഉണ്ടായി. അതൊക്കെ കൊണ്ട് ആൾക്കാർ വോട്ട് ചെയ്യുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഈ UK പോലുള്ള രാജ്യങ്ങൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലം, ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ അസം പോലുള്ള സ്റ്റേറ്റുകൾ ബംഗ്ലാദേശി ഇല്ലീഗൽ മൈഗ്രേഷൻ ഫേസ് ചെയ്യുന്ന പോലെ UK ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രി ആയതുകൊണ്ട് ഇന്ത്യക്കാർ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് ഇല്ലീഗലി മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സീ ഒക്കെ ബോട്ടുകളിലൊക്കെ പിന്നീട് ക്രോസ് ചെയ്ത് അവിടെ ചെന്ന് അവർ ചിലപ്പോഴൊക്കെ അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്യും, അവരെ തിരിച്ച് ഡിപ്പോർട്ട് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അവരൊരു പ്ലാൻ ഉണ്ടാക്കിയായിരുന്നു UK ഗവൺമെന്റ്, ഋഷി സുനാഗിന്റെ ഗവൺമെന്റ് ഉണ്ടാക്കിയൊരു പ്ലാൻ എന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഇല്ലീഗലി അവിടെ വരുന്ന ആൾക്കാരെ റുവാണ്ടയിലേക്ക് കയറ്റിവിടാൻ. അപ്പൊ റുവാണ്ട ഗവൺമെന്റ് അംഗീകരിച്ചു. റുവാണ്ട ഒരു ആഫ്രിക്കൻ കൺട്രിയാണ്, അവർ അംഗീകരിച്ചു. അവർക്കത് സന്തോഷമാണ്. കാരണം വെച്ചാൽ അതുവഴി ബ്രിട്ടന്റെ എന്ന് പറയുന്ന പൈസ കിട്ടും റുവാണ്ടയ്ക്ക് ഇങ്ങനെ ആൾക്കാരെ എടുക്കുന്നതിന്. അപ്പൊ അതുകൊണ്ട് അവരത് അംഗീകരിച്ചു.
അപ്പൊ ആദ്യം ഇത് UK-ക്കകത്ത് തന്നെ എതിർപ്പുകൾ ഉണ്ടായി. UK-യിലെ പാർലമെന്റ് ആദ്യം അത് അംഗീകരിച്ചില്ല, UK-യിലെ കോടതികൾ ആദ്യം അത് അംഗീകരിച്ചില്ല. പക്ഷേ ഈ കോടതികൾ അവസാനം കൺവിൻസ് ചെയ്യിക്കാൻ ഈ ഋഷി സുനാക് ഗവൺമെന്റിന് കഴിഞ്ഞു. ഒപ്പം UK പാർലമെന്റിലും അത് അവസാനം അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ അവിടുത്തെ ഫസ്റ്റ് ബാച്ച് ഓഫ് ഇല്ലീഗൽ ഇമിഗ്രൻസ് ടു ബ്രിട്ടൻ ഡിപ്പോർട്ടഡ് ടു റുവാണ്ട റീസൺലി. അപ്പൊ ഇതൊക്കെ ഋഷി സുനാകിന് വോട്ട് നേടിക്കൊടുക്കും, ഇപ്പൊ ഇലക്ഷൻ നടത്തിയാൽ ജയിക്കും എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത്, ഞാനിപ്പം UK എക്സ്പേർട്ട് ഒന്നും അല്ല, UK എന്റെ ജീവിതത്തെ കണ്ടിട്ട് പോലുമില്ല, പക്ഷെ വായിച്ചൊക്കെ ഉള്ള ഒരു അറിവ് ഞാൻ പറയുന്നത്, UK-യിൽ ഇലക്ഷൻ നടന്ന ഇപ്പൊ നേരത്തെ അതിമനോഹരമായിട്ട് തോക്കുമായിരുന്നു, ഇപ്പം മനോഹരമായിട്ട് തോക്കും. അതിനുള്ള ചാൻസ് ഉള്ളു. കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര മോശമായിട്ട് തോക്കുന്നതെന്ന് കുറച്ചുകൂടെ തോൽവിയുടെ ഭാരം കുറവായിരിക്കും. എന്തായാലും തോക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എന്തായാലും പിന്നെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതില്. ഇപ്പൊ UK നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രോബ്ലംസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ യുക്രൈൻ റഷ്യ വാർ ഉൾപ്പെടെ യൂറോപ്പിൽ ഉണ്ടാക്കുന്ന കുറെ ബുദ്ധിമുട്ടുകൾ, യൂറോപ്പിന്റെ ഏറ്റവും കൂടുതൽ ഓയിലിൽ അവർ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഓയിലിനും ഗ്യാസിനും ഡിപ്പെൻഡ് ചെയ്തിരുന്നത് റഷ്യയുടെ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളെയൊക്കെയാണ്. അപ്പം ഈ വാർ ഉണ്ടായതിനു ശേഷം ആ റഷ്യയുടെ അഗെയിൻസ്റ്റ് ആയിട്ട് ഇവർ സാങ്ഷൻസ് ഏർപ്പെടുത്തിയതുകൊണ്ട് അവർക്ക് ഈ ഓയിൽ എന്ന് പറയുന്ന പ്രൊക്യൂർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ ഓയിലിന്റെ ഒക്കെ പ്രൈസ് കൂടുന്നു. അതൊക്കെയാണ് അവിടെ ഇൻഫ്ലേഷൻ ഉണ്ടാവാൻ കാരണം. അപ്പൊ ആ പ്രോബ്ലം ഒക്കെ അങ്ങനെ തന്നെ പെർസിസ്റ്റ് ചെയ്യാണ്. പക്ഷേ ഇൻഫ്ലേഷൻ അവിടെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ഇതിൽ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങളിപ്പോൾ ആ രണ്ട് എഡിറ്റോറിയൽസ് ഒന്ന് വായിച്ചു നോക്കുക, ഫസ്റ്റ് എഡിറ്റോറിയൽ ആൻഡ് സെക്കൻഡ് എഡിറ്റോറിയൽ. പിന്നെ എ വിസിറ്റ് ടു പ്രിസർവ് ചൈനാസ് ഇൻട്രസ്റ്റ് ഇൻ യൂറോപ്പ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഇത് ചൈനയുടെ പ്രസിഡന്റ് സി ജിൻപിങ് ഈ ഇടയ്ക്ക് 3 യൂറോപ്യൻ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തു. അത് ഫ്രാൻസ് ആണ് ഒരു രാജ്യം, രണ്ടാമത്തെ രാജ്യം, ഇത് യൂറോപ്യൻ യൂണിയനിലെ മെമ്പറാണ് ഫ്രാൻസ്. രണ്ടാമത്തെ രാജ്യം സെർബിയയാണ്. സെർബിയ യൂറോപ്യൻ യൂണിയനിലെ മെമ്പർ അല്ല എന്നാണ് എന്റെ വിശ്വാസം. മെമ്പർ അല്ലെന്നാണ് എന്റെ വിശ്വാസം. അതൊന്ന് ചെക്ക് ചെയ്തോളണം. പിന്നെ വീണ്ടും എഗെയിൻ ഹംഗറി വിസിറ്റ് ചെയ്തു പുള്ളി. ഹംഗറി യൂറോപ്യൻ യൂണിയനിലെ മെമ്പറാണ്, പക്ഷേ പ്രോ റഷ്യൻ കൺട്രിയാണ്, പ്രോ റഷ്യൻ. സെർബിയ യൂറോപ്യൻ യൂണിയനിലെ മെമ്പർ അല്ല, പക്ഷേ സ്റ്റിൽ പ്രോ റഷ്യൻ ആണ്, റഷ്യൻ ആണ്. അത് നിങ്ങൾ ആലോചിച്ചോണം. റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ യൂറോപ്പിൽ കുറവാണ്. ഫ്രാൻസ് എഗെയിൻസ്റ്റ് റഷ്യയാണ്. ഞാൻ ഈ റഷ്യയുടെ കാര്യം ഇതിൽ കൊണ്ടുവരാൻ കാര്യം, ചൈന ഈ 3 ചൈന റഷ്യയുടെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട് ആണ്, വേൾഡിലുള്ള റഷ്യയുടെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട് ആണ്. അപ്പൊ ചൈനയോട് സൗഹൃദം ഈ 3 യൂറോപ്യൻ രാജ്യങ്ങളും നല്ല രീതിയിൽ പുലർത്തുന്നുണ്ട്. ഫ്രാൻസിന് ചൈനയെ കൊണ്ട് വേറെ കുറെ ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് അവരുമായിട്ട് പിന്നീട് സൗഹൃദം പുലർത്തുന്നത്. ഹംഗറി റഷ്യയുമായിട്ട് അങ്ങേയറ്റം സൗഹൃദമുള്ള രാജ്യമാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് ചൈനയുമായിട്ട് നല്ല സൗഹൃദമുണ്ട്. സെർബിയ യൂറോപ്യൻ രാജ്യമാണെങ്കിൽ അവർ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ വേണ്ട രാജ്യമാണ്. അപ്പൊ ആ സെർബിയയിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ ചൈന നടത്തി, അവിടെ റോഡും പാലങ്ങളും അങ്ങനെയുള്ള സംഗതികളെല്ലാം ഇപ്പം കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ഈ 3 രാജ്യങ്ങളിലും സി ജിൻപിങ് വലിയ ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ട് അതുവഴി യൂറോപ്യൻ യൂണിയൻ ഇൻഫ്ലുവൻസ് ചെയ്യുക, അതുവഴി യൂറോപ്യൻ യൂണിയനുള്ള ട്രേഡ് കൂടുതൽ ബൂസ്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ലക്ഷ്യം. ഒപ്പം ചൈനയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടല്ലോ, BRI, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. ലോകത്തിലെ 147 കൺട്രീസിലേക്ക് ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് 147 കൺട്രീസിലേക്ക് ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ചൈനയുടെ ഇനിഷ്യേറ്റീവ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ യൂറോപ്പും ഒക്കെ ഉണ്ട്. അതിൽ നിന്ന് യൂറോപ്പില് ഇറ്റലിയൊക്കെ അതിൽ നിന്ന് ഈ ഇടയ്ക്ക് പിന്മാറി. അപ്പം ആ പ്രോജക്റ്റ് ഒക്കെ കൂടുതൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോവുക, അതൊക്കെയാണ് ഈ ചൈനയുടെ പ്രസിഡന്റിന്റെ ഈ രാജ്യങ്ങളിലേക്കുള്ള വിസിറ്റിന്റെ ലക്ഷ്യം എന്നൊക്കെയാണ് പറയുന്നത്. അതിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വായിച്ചു നോക്കുക. പിന്നെ ഈ ആർട്ടിക്കിളിന് ആവശ്യമില്ല, ഞാൻ പറഞ്ഞ അബ്സ്കോണ്ടിങ് MP ആയ പ്രജ്വൽ രേവണ്ണയെ കുറിച്ചുള്ള ഇതാണ്. അതിനടുത്ത പേജിൽ പോകുമ്പോ ഫിയർ, ഈ ഒരു ആർട്ടിക്കിൾ നിങ്ങൾ വായിച്ചു നോക്കണം. ഫിയർ ഗീവ്സ് വേ ടു ഇലക്ഷൻ ഫെർവർ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഞാൻ നിങ്ങളുടെ പറഞ്ഞായിരുന്നു. ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന സ്റ്റേറ്റില് 1999 1999 സിറ്റുവേഷനും ഇന്നത്തെ സിറ്റുവേഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഈ 2 ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്ത കാശ്മീരി തന്നെയായ ഒരു പീർസാദ ആഷിഖ് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് പറഞ്ഞേക്കുന്നതാണ്. ഈ 99 11.8% ഒക്കെ ആയിരുന്നു ശ്രീനഗറിലേക്ക് ഈ വോട്ടർ ടേൺ ഔട്ട്. അത്രയും പേരൊക്കെ അവിടെ വോട്ട് ചെയ്യുള്ളൂ. 100 പേര് വോട്ട് ചെയ്യാൻ വരേണ്ട സ്ഥാനത്ത് 10% ആൾക്കാരൊക്കെ വോട്ട് ചെയ്യുള്ളൂ. അതാണ് ഇന്ന് ഏതാണ്ട് 40% അയക്കുന്നത്. ബരാമുള്ളയിൽ 27.8% ഒക്കെ ആൾക്കാർ വോട്ട് ചെയ്യുന്നത്, ഏതാണ്ട് 60% ആൾക്കാർ ഇപ്പൊ അവിടെ വോട്ട് ചെയ്യാണ്. അപ്പൊ ആൾക്കാർ ആക്റ്റീവ്ലി വോട്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഒപ്പം ടെററിസ്റ്റുകൾ ഉൾപ്പെടെ, ടെററിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ടെററിസ്റ്റുകളുടെ ഫാമിലീസ്, അതുപോലെ സെപ്പറേറ്റിസ്റ്റുകൾ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, അവരുടെ ഫാമിലീസ്,
ഒപ്പം അവിടെ ഇലക്ഷനിൽ ഒരിക്കലും ജനങ്ങളെ വോട്ട് ചെയ്യാൻ സമ്മതിക്കാതിരുന്ന അവിടുത്തെ ഒരു ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന, ബാൻഡ് ഓർഗനൈസേഷനാണ് ഇപ്പോഴും. അവരുടെ കേഡേഴ്സ് എല്ലാവരും ആക്റ്റീവ്ലി ഒന്ന് വോട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ ഇതിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞോളാം, ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ ഇത് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിൽ 2 ആർട്ടിക്കിൾസ് ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കുക. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഒരു ആക്സിഡന്റിനെ കുറിച്ചാണ്. ഡോംബിവലി എന്ന് പറയുന്ന മഹാരാഷ്ട്രയിൽ സ്ഥലമുണ്ട്. അവിടുത്തെ ഒരു കെമിക്കൽ പ്ലാന്റിൽ ആക്സിഡന്റ് ഉണ്ടായി 8ഓളം പേര് തന്നെ മരിച്ചു. അതിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. ഇനി താഴോട്ട് വരുമ്പോ മിലിറ്ററി അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് സീക്സ് ഫീഡ്ബാക്ക് ഫ്രം 3 സർവീസസ് ഓൺ അഗ്നിപത് സ്കീം എന്നൊരു ന്യൂസ് ഉണ്ട്. ഒരു പക്ഷേ മോഡി ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീമുകളിൽ ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം നേരിട്ട ഒരു സ്കീമാണ് അഗ്നിപത് സ്കീം എന്ന് പറയുന്നത്. ആ സ്കീം ഒരുപക്ഷെ അത് ഇപ്പം ഇന്ത്യ ബ്ലോക്ക് ഒക്കെ അധികാരത്തിൽ വരികയാണെങ്കിൽ അവരത് അബോളിഷ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കും അത് ആ ഒരു സ്കീമിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. കാരണം വേറൊന്നുമല്ല, ഒരു കാര്യം, നമ്മളെ ഇന്ത്യയിൽ ഈ തൊഴിലിന് വേണ്ടിയിട്ട് ആൾക്കാർ കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ഒരു മേഖലയാണ് നേവി, എയർഫോഴ്സ്, ആർമി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടെ ഒരു ജോലി കയറി കഴിഞ്ഞാൽ നേഷനെ സെർവ് ചെയ്യുക എന്നുള്ളതിനൊപ്പം തന്നെ അവരുടെ ഫാമിലി അവർക്ക് നന്നായിട്ട് സെർവ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല സാലറി, പിന്നീട് പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു മേഖലയാണ്. പക്ഷെ അവിടെ ഇവർ ഈ ഒരു സ്കീം കൊണ്ടുവന്നപ്പോ 17.5 വയസ്സ് തൊട്ട് 21 വയസ്സ് വരെയുള്ള കൊച്ചുകുട്ടികൾക്ക് അതിൽ അപ്ലൈ ചെയ്യാം. കൊച്ചുകുട്ടികളെ അവർ യൂത്ത് ആവുന്നു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 4 ഇയേഴ്സേ അവർക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. 4 ഇയേഴ്സ് കഴിയുമ്പോൾ 11.5 ലക്ഷം രൂപ അങ്ങോട്ട് അവർക്ക് കൊടുക്കും. പിന്നെ മന്ത്ലി സാലറി ഉണ്ട്. എന്നിട്ട് അവർ പിരിഞ്ഞു പോകണം. പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞാൽ 25% ആൾക്കാരെ റീറ്റെയിൻ ചെയ്യും, ബാക്കി 75% പിരിഞ്ഞു പോകണം. അപ്പൊ ഈ 75% പിന്നെ ജോലി കിട്ടാനുള്ള സപ്പോർട്ടൊക്കെ അവർ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ചില നല്ല മിടുക്കന്മാരായിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ ബാക്കി 21 വയസ്സിൽ അവർ ജോലിയിൽ നിന്ന് ഇറങ്ങുന്നു. അതിനുശേഷം അവർക്ക് വേണമെങ്കിൽ നല്ല PSC ടെസ്റ്റോ, SSC പരീക്ഷകളോ, ബാങ്ക് ടെസ്റ്റോ, UPSC എന്ത് വേണമെങ്കിലും എഴുതി അവർക്ക് വേണമെങ്കിൽ അങ്ങനെ പോവാം. പക്ഷെ അതല്ലാത്ത കുറെ ചെറുപ്പക്കാർ ലൈഫിൽ പിന്തള്ളപ്പെട്ടു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അഗ്നിവീർ സ്കീമിന് അല്ലെങ്കിൽ അവരതിന് എന്ത് വേണം, ഇപ്പൊ കിട്ടുന്ന ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഈ ഫീഡ്ബാക്ക് ഒക്കെ എടുക്കാൻ പോണ ഇന്ത്യയുടെ CDS ആണ്. CDS നിങ്ങൾക്ക് അറിയാമല്ലോ, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാനാണ് ഇപ്പോഴത്തെ CDS. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ആ ഫീഡ്ബാക്ക് ഒക്കെ എടുക്കാൻ പോണത്. അതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ മാറ്റങ്ങൾ വരുത്തണം. ഇപ്പോഴത്തെ ഫോർമാറ്റിൽ അത് എല്ലാവർക്കും ഒന്നുപോലെ സ്യൂട്ടബിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ റോപ്പ് ഇൻ NDRF ITBP ടു മാനേജ് ചാർദം ക്രൗഡ്, സെൻട്രൽ ട്രയൽസ് ഉത്തരാഖണ്ഡ് ന്യൂസ് കാണാം. ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിനെ അറിയപ്പെടുന്ന ദേവഭൂമി എന്നാണ്. ഉത്തരാഖണ്ഡിന്റെ ഏറ്റവും വലിയ വരുമാനം തന്നെ ടൂറിസമാണ്, റിലീജിയസ് ടൂറിസമാണ്. ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ മിക്കതും നിൽക്കുന്നത് ഉത്തരാഖണ്ഡിലാണ്. മിക്കവാറുള്ള ടെമ്പിൾസും അല്ല, ടെമ്പിൾ ടൗണുകൾ അവിടെ കൂടുതലുള്ളത്. സോ റിലീജിയസ് ടൂറിസം ഈസ് ദ ബിഗ്ഗസ്റ്റ് സോഴ്സ് ഓഫ് ഇൻകം ഫോർ ഉത്തരാഖണ്ഡ്. ഈ ടെമ്പിൾസിന്റെ പ്രസൻസ് കൊണ്ട് തന്നെയാണ് ആ സ്റ്റേറ്റിന്റെ ദേവഭൂമി എന്നറിയപ്പെടുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ചാർദമാണ്. എന്താണ് ചാർദം? ചാർദം എന്നറിയപ്പെടുന്നത് ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രിനാഥ്, ഈ 4 സ്ഥലങ്ങളാണ്. ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രിനാഥ്, ഈ 4 ടെമ്പിൾസിനെയും കൂടെ ചേർത്താണ് എന്തെന്നറിയപ്പെടുന്നത്, ചാർദം എന്നറിയപ്പെടുന്നത്. ഈ ചാർദം എന്ന് പറയുന്നത് ഒരു പിൽഗ്രിമേജ് ആണ്. ഈ 4 സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യുക ഹിന്ദു മതത്തിൽ ജനിച്ച ആൾക്കാർക്ക് ഒരു വലിയ പുണ്യം കിട്ടുന്ന പ്രവൃത്തിയായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര വലിയൊരു ഇൻഫ്ലക്സ് ഓഫ് പിൽഗ്രിംസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പൊ ആ ഇൻഫ്ലക്സ് ഓഫ് പിൽഗ്രിംസ് വന്നപ്പോൾ അതിനനുസരിച്ചുള്ള എന്താ പറയുന്ന പ്രോബ്ലംസും ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെയൊക്കെ സേവനം എടുക്കണം എന്നാണ് സെൻട്രൽ ഗവൺമെന്റ് ഉത്തരാഖണ്ഡ് ഗവൺമെന്റിനോട് പറഞ്ഞത്. ഉത്തരാഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ പുഷ്കർ സിംഗ് ധാമിയാണ്. ഉത്തരാഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ പുഷ്കർ സിംഗ് ധാമി. NDRF എന്താണ്? നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. NDRF നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഇന്ത്യയുടെ ദേശീയ ദുരിത നിവാരണ സേന. ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്. ഇറ്റ്സ് എ പാരാമിലിറ്ററി ഫോഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പാരാമിലിറ്ററി ഫോഴ്സസ് 5-6 ഉണ്ട്. CRPF, CISF, ITBP, BSF, അതുപോലെ ആസാം റൈഫിൾസ്, അങ്ങനെ കുറെ ഉണ്ട്. അതിലൊരെണ്ണമാണ് ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പേജ് നമുക്ക് ആവശ്യമില്ല, പൊളിറ്റിക്കൽ പേജാണ്. അതിനടുത്ത പേജും പൊളിറ്റിക്സിലാണ് കൂടുതലും. പക്ഷെ അതിൽ നിങ്ങൾക്ക് അറിയേണ്ട ഒരു ന്യൂസ് ഉണ്ട്. മുംബൈ ഗേൾ ഈസ് ദ യങ്ങസ്റ്റ് ഇന്ത്യൻ ടു സ്കെയിൽ എവറസ്റ്റ് കീഴടക്കുന്ന യങ്ങസ്റ്റ് ഇന്ത്യൻ ആയിട്ട് ഒരു പെൺകുട്ടി, മുംബൈയിൽ നിന്നുള്ള 16-കാരിയായ ഒരു പെൺകുട്ടി മാറി. അതേ പെൺകുട്ടി തന്നെയാണ് വേൾഡിലെ സെക്കൻഡ് യങ്ങസ്റ്റ് ആൻഡ് ഇന്ത്യസ് യങ്ങസ്റ്റ്. പെൺകുട്ടിയുടെ പേര്
കാമ്യ കാർത്തികേയൻ, the youngest Indian girl to scale Mount Everest. കാമ്യ കാർത്തികേയൻ. കാർത്തികേയന്റെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് അറിയാലോ, അതുകൊണ്ട് അത് എഴുതില്ല. കാമ്യ കാർത്തികേയൻ. പിന്നെ ബാക്കി ന്യൂസുകളൊന്നും ഇവിടെ നമുക്ക് ആവശ്യമുള്ളതല്ല. അതിന്റെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ആവശ്യമുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. സെൻസെക്സ് നിഫ്റ്റി ഹിറ്റ് ഓൾ ടൈം ഹൈ ഓൺ RBI's ബൊണാൻസ ടു സെന്റർ. അത് RBIയുടെ ബൊണാൻസ എന്താണെന്ന് ഞാൻ പറയാം. ഇന്നലത്തെ ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ കൂടുതലായിട്ടുണ്ട്. സെൻസെക്സ് എന്താണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആണ് സെൻസെക്സ്. സെൻസെക്സ് എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആണ്. സെൻസെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 30 ഷെയർസ് വെച്ചാണ്. പഠിച്ചു വെച്ചോട്ടെ, എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. സെൻസെക്സ് കാൽക്കുലേറ്റ് ചെയ്തത് 30 ഷെയർസ് വെച്ചാണ്. ഇനി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി. നിഫ്റ്റി 50 എന്നാ പറയുന്നത്. നിഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന 50 ഷെയർസ് വെച്ച്, അതുകൊണ്ടാണ് നിഫ്റ്റി 50 എന്ന് പറയുന്നത്. ഇന്നലെ ഇതെല്ലാം സർവകാല റെക്കോർഡിലേക്ക് കുതിച്ചു, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ നമ്മളുടെ യൂട്യൂബിലും യൂട്യൂബിൽ എന്റെ 2-3 ചാനൽസ് ഉണ്ട്. അതിൽ ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറഞ്ഞ ചാനലിലും, ഒപ്പം ഇൻസ്റ്റാഗ്രാമിന്റെ എന്റെ സെയിം പേരുള്ള ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാനൊരു വീഡിയോ ഇട്ടു. നമുക്ക് പൈസ ലീഗലി നമ്മളുടെ പൈസ പല മടങ്ങാക്കാൻ ഉള്ള മാർഗം എന്നും പറഞ്ഞ് അത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് ഞാൻ പറയാൻ കാര്യമുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കമ്പനികളുടെ പല ഷെയർസും, റിലയൻസ് ഒക്കെ വിട്ടേക്ക്, പ്രൈവറ്റ് കമ്പനികളാണ്, പല കമ്പനികളുടെ ഷെയർസ് 6 മടങ്ങായി കഴിഞ്ഞ ഒരു വർഷം. പല കമ്പനികളിലെ റെയിൽവേയുടെ ഒക്കെ IRFC എന്നൊക്കെ പറയുന്ന ഒരു ഷെയർ ഒക്കെ ഉണ്ട്. 1 ലക്ഷം രൂപ കഴിഞ്ഞ വർഷം ഇട്ടവൻ ഈ വർഷം അവന്റെ കയ്യിൽ 6 ലക്ഷം രൂപയാണ്. ഇട്ടിട്ട് തിരിച്ചെടുത്തില്ലെങ്കിൽ അത് അവിടെ തന്നെ വെച്ചിരുന്നെങ്കിൽ. അതുപോലെ റെയിൽവേയുടെ റെയിൽവേയുടെ തന്നെ 2-3 ഷെയർസ് അങ്ങനെ ഡെവലപ്പ് ആയിട്ടുണ്ട്. അതുപോലെ REC, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കമ്പനി, ഇതെല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ. അപ്പൊ ഗവൺമെന്റിന്റെ ഷെയറുകൾ പോലും ആ രീതിയിൽ ഗ്രോ ചെയ്യണം. അതാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പൊ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് സർവകാല റെക്കോർഡില്ല. ഇന്നലെ ആ സർവകാല റെക്കോർഡിലേക്ക് കൊണ്ടുപോകാൻ കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു കാര്യം ചെയ്തു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡിവിഡന്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനം ആയതുകൊണ്ട് അവര് സർപ്ലസ് അല്ലെങ്കിൽ ഡിവിഡന്റ് എന്ന് പറഞ്ഞ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ലാഭവിഹിതം കൊടുക്കും. 2.11 lakhs crores ആണ് അവർ കൊടുത്തത്. 2.11 lakhs crores. ഇന്ത്യയുടെ GDPയുടെ ഏതാണ്ട് 0.4% വരെ ഈ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2,11,000 കോടി രൂപ ലാഭവിഹിതം RBI ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കൊടുത്തു. ഇത് ബാങ്കിങ് സ്റ്റോക്കുകളിലൊക്കെ വലിയ ഉയർച്ചയ്ക്ക് കാരണമായി. ബാങ്കിങ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഉയരുകയാണ്. ബാങ്കിങ് സ്റ്റോക്കുകളെല്ലാം ബാങ്കുകളെല്ലാം ഭയങ്കര പ്രോഫിറ്റിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, റിലയൻസ് അല്ല ഇപ്പം. അപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഒരു ബൊണാൻസ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കിട്ടുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പോലും പ്രതീക്ഷിച്ചൊരു 80,000 കോടി കിട്ടുമെന്ന്. കഴിഞ്ഞ വർഷം അത്രയൊക്കെ കിട്ടുള്ളൂ. അതാണ് 2,11,000 കോടി കിട്ടി. RBIക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതിൽ കുറെ മാർഗ്ഗങ്ങൾ ഞാൻ ഇന്നലെ കുത്തിയിരുന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ അത് പിന്നീട് ഒരു ദിവസം പറഞ്ഞുതരാം. ജസ്റ്റ് വേണമെങ്കിൽ പറഞ്ഞേക്കാം. ഒന്ന്, റിപ്പോ റേറ്റിൽ നിന്ന് തന്നെ അവരെ കിട്ടത്തില്ലേ. ബാങ്കുകളുടെ ബാങ്കറല്ലേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കടം വേണമെങ്കിലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാങ്ങുന്നത്, ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് കടം വേണമെങ്കിലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാങ്ങുന്നത്. അതുകൊണ്ടാണ് ബാങ്കുകളുടെ ബാങ്കർ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് കടം കൊടുക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് RBI ബാങ്കുകളിൽ നിന്ന് മേടിക്കുക. അതാണ് റിപ്പോ റേറ്റ്. അതിപ്പോ 0.6% ആണ്. അപ്പൊ അങ്ങനെ തന്നെ അവർ കൊടുക്കുന്ന കടത്തിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ വേറെ കുറെ പരിപാടികളുണ്ട്. ഡോളർ സെല്ല് ചെയ്തൊക്കെ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇന്നലെ വായിച്ചു. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നില്ല. അപ്പോ അങ്ങനെയാണ് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. ആ പ്രോഫിറ്റിന്റെ വലിയ വിഹിതവും ഗവൺമെന്റിനാണ് കൊടുക്കേണ്ടത്. കാര്യം ഗവൺമെന്റിന്റെ ഫുള്ളി ഓൺഡ് സ്ഥാപനമാണ് RBI. May business growth robust led by services and exports flash PMI data. PMI എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് IIP ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കാൽക്കുലേറ്റ് ചെയ്ത് റിലീസ് ചെയ്യുന്ന IIP ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. NSO ആണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഇതുപോലൊരു പ്രൈവറ്റ് ഇൻഡെക്സ് ഉണ്ടതാണ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. അറിഞ്ഞിരിക്കുക. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനി വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കാര്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനി ഇൻഡിഗോ ആണ്. ഇൻഡിഗോയുടെ പേരന്റ് കമ്പനിയുടെ പേര് ഇൻഡിഗോ എന്നല്ല, ഇന്റർ ഗ്ലോബ് ഏവിയേഷൻ എന്നാണ്. ഇന്റർ ഗ്ലോബ് ഏവിയേഷൻ. പിന്നെ IFSC കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. IFSC എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ. ലോകത്തെ പല രാജ്യങ്ങളിലും IFSC ഉണ്ട്. ദുബായിലും ഒക്കെ ഉണ്ട്, സിംഗപ്പൂരിലും ഒക്കെ. ഇന്ത്യയുടെ ആദ്യത്തെ IFSC വന്നേക്കുന്നത് ഗിഫ്റ്റ് സിറ്റിയിലാണ്. ഗിഫ്റ്റ് സിറ്റി എന്ന് പറയും. ഗിഫ്റ്റ് സിറ്റി, ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ടെക് സിറ്റി. ഗിഫ്റ്റ് സിറ്റി എന്താണ്? ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ടെക് സിറ്റി. ദാറ്റ്സ് എ സ്പെഷ്യൽ എക്കണോമിക് സോൺ. ഗിഫ്റ്റ് സിറ്റി, ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ടെക് സിറ്റി. അഹമ്മദാബാദിന് അടുത്തുള്ള ഒരു അഹമ്മദാബാദിന് അടുത്താണെന്ന് തോന്നുന്നു, അതേ ഗാന്ധിനഗറിലോ ഉള്ളൊരു സ്പെഷ്യൽ എക്കണോമിക് സോൺ ആണ് ഗിഫ്റ്റ് സിറ്റി. ഈ ഗിഫ്റ്റ് സിറ്റിയുടെ ലാണ് ഇന്ത്യയുടെ ആദ്യത്തെ IFSC ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ പ്രവർത്തിക്കുന്നത്.
പിന്നെ NHA നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ നാഷണൽ ഹൈവേസിന്റെ കസ്റ്റോഡിയൻ ആണ്. ഇതൊക്കെയാണ് അവിടെ പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പേജിൽ പോകുമ്പോ നെക്സ്റ്റ് പേജില് ചൈന തൈവാനെ ലക്ഷ്യമാക്കി ഇന്നലെ കുറെ മിലിറ്ററി ഡ്രിൽസ് ഒക്കെ നടത്തി. തൈവാനെയൊക്കെ ചൈന എപ്പോ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാം. തൈവാൻ ചൈനയുടെ ഭാഗമാണെന്നാണ് ചൈന പറയുന്നത്. പക്ഷെ തൈവാൻ അതിന് റെഡിയല്ല. തൈവാൻ പുതിയ പ്രസിഡന്റിനെ ഇന്നലെ സ്വാണിൻ ചെയ്തു. അതിനുശേഷമാണ് അവരെ പേടിപ്പിക്കാനാണ് ചൈന ചെയ്തത്. തൈവാന്റെ പുതിയ പ്രസിഡന്റ് ആണ് ലായ് ചിങ് തേ. ലായ് ചിങ് ഒരു ഹൈഫൻ ഇട്ടിട്ട് തേ. ലായ് ചിങ് തേ, ന്യൂ പ്രസിഡന്റ് ഓഫ് തൈവാൻ. അങ്ങനെ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമായിട്ട ദിവസമാണ്. അപ്പോഴത്തേക്ക് ചൈന ഒന്ന് പേടിപ്പിച്ചതാണ് അവര്. പേടിപ്പിച്ചതല്ല, എപ്പോ വേണമെങ്കിലും അവർ അറ്റാക്ക് ചെയ്യാനുള്ള പവർ ചൈനയ്ക്ക് ഉണ്ട്. പിന്നെ UK ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന കുറിച്ചും ഒക്കെയുള്ള ന്യൂസുകളുണ്ട്. മെക്സിക്കോയിൽ ഇപ്പൊ ഇലക്ഷൻ നടക്കുന്നു. അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. മെക്സിക്കോയുടെ പ്രസിഡന്റിന്റെ പേരറിയാമോ? ഇത്തിരി വലിയ പേരാണ്. ആൻഡ്രസ് മാനുവൽ ലോപ്പസ് ഒബ്രഡോർ. മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ് ആൻഡ്രസ് മാനുവൽ ലോപ്പസ് ഒബ്രഡോർ. ആൻഡ്രസ് ANDREZ എന്നോ J എന്നോ ആണ് നോക്കിയത്. ആൻഡ്രസ് മാനുവലിന്റെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് അറിയാം. മാനുവൽ ലോപ്പസ് ഒബ്രഡോർ. ആൻഡ്രസ് മാനുവൽ ലോപ്പസ് LOPEZ ലോപ്പസ് ഒബ്രഡോർ. OBRODOR. പിന്നെ ഇവിടെ ഒന്നും പറയാല്ല. IPL. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ റൊളാൻ ഗാരോസിൽ ഫ്രഞ്ച് ഓപ്പൺ സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. ഫ്രഞ്ച് ഓപ്പൺ വേൾഡിലെ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റുകൾ എന്നറിയപ്പെടുന്ന 4 എണ്ണം അറിയാമല്ലോ. ആദ്യം ഓസ്ട്രേലിയൻ ഓപ്പൺ നടക്കും, രണ്ടാമത് ഫ്രഞ്ച് ഓപ്പൺ നടക്കും, മൂന്നാമത് US ഓപ്പൺ നടക്കും, മൂന്നാമത് വിംബിൾഡൺ നടക്കും, നാലാമത് US ഓപ്പൺ നടക്കും. ദീസ് ആർ ദ 4 ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ്സ് ഓഫ് ദ വേൾഡ്. ദ ഫസ്റ്റ് വൺ ഓൾറെഡി ഹാപ്പൻഡ് ഇൻ ദ മന്ത് ഓഫ് ജാനുവരി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നെക്സ്റ്റ് വരികയാണ്. മെയ്യിലാണ് സാധാരണ നടക്കുന്നത് ഫ്രഞ്ച് ഓപ്പൺ. ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്ന വെന്യൂ പഠിച്ചു വെച്ചേക്കണം. റൊളാൻ ഗാരോസ്. ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കാം റൊളാൻ ഗാരോസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ ഈ ഒരു കാര്യം കൂടെ കഴിയുമ്പോ ഈ പത്രം കഴിയും. പ്രീതി സ്മിത. ഒരു പെൺകുട്ടിയാണ്. പ്രീതി സ്മിത ഭോയ് എന്നാണ് അവളുടെ പേര്. പ്രീതി സ്മിത ഭോയ്, BHOI. അവൾ എന്നൊക്കെ ഞാൻ പറയാൻ കാര്യം വെറും 15 വയസ്സ് മാത്രമേ ഉള്ളൂ. പ്രീതി സ്മിത ഭോയ് എന്ന് പറയുന്ന 15-കാരിയായ പെൺകുട്ടി ഇന്നലെ ഒരു വേൾഡ് റെക്കോർഡ് ഉണ്ടാക്കി. ആ വേൾഡ് റെക്കോർഡ് എന്താണെന്ന് വെച്ചാല് വേൾഡ് യൂത്ത് വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 40 കിലോഗ്രാം ടൈറ്റിൽ വേൾഡ് റെക്കോർഡ് കൂടി അവർ വിൻ ചെയ്തു. വേൾഡ് റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് വേൾഡ് റെക്കോർഡ് ഹോൾഡറായി മാറി ഇന്നലെ അവര്. 40 കിലോഗ്രാം വെയിറ്റ് ലിഫ്റ്റിംഗിൽ വേൾഡ് വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പില് പ്രീതി സ്മിത ഭോയ് വേൾഡ് റെക്കോർഡ് തകർത്തു. അപ്പൊ അത്രയാണ് ഇന്നത്തെ പത്രം എന്ന് പറയുന്നത്. ഇനി ഇന്നത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഷൻ ഡിവിസീവ് സ്പീച്ചസ് EC ടെൽസ് BJP കോൺഗ്രസ്. ഇലക്ഷൻ കമ്മീഷൻ ഇടയ്ക്കിടയ്ക്ക് ഈ BJPക്കും കോൺഗ്രസിനും മറ്റ് പാർട്ടിയൊക്കെ ഒക്കെ അവരുടെ ക്യാമ്പയിനിങ്ങിന്റെ ഇടയിൽ ലീഡേഴ്സ് നടത്തുന്ന സ്പീച്ചസിന്റെ പേരിൽ വാർണിംഗ് ഒക്കെ കൊടുക്കും. അതിനെക്കുറിച്ച് ന്യൂസ് ആണ്. അതിന്റെ അപ്പുറത്ത് അയർലൻഡ്, നോർവേ ആൻഡ് സ്പെയിൻ സെറ്റ് ടു ഫോർമലി റെക്കഗ്നൈസ് പാലസ്റ്റീൻ. അത് ഞാനിപ്പോ എഡിറ്റോറിയലായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നിങ്ങൾക്ക് ഇനി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അയർലൻഡ്, നോർവേ, സ്പെയിൻ. പിന്നെ ഗവർണർ ഡിക്ലൈൻസ് കേരള ഓർഡിനൻസ് സൈറ്റിംഗ് പോൾ കോഡ്. ഓർഡിനൻസ് എന്താണെന്ന് അറിയാലോ. ഓർഡിനൻസ് എന്ന് പറയുന്നത് 6 മാസം വാലിഡിറ്റി ഉള്ള നിയമങ്ങളെയാണ് ഓർഡിനൻസുകൾ എന്ന് പറയുന്നത്. ഓർഡിനൻസ് മേക്കിംഗ് പവേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ 2 പേർക്കേ ഉള്ളൂ. ഒന്ന് അതാത് സ്റ്റേറ്റുകളുടെ ഗവർണേഴ്സിനും പിന്നെ പ്രസിഡന്റിനും. ഗവർണേഴ്സിന്റെ ഓർഡിനൻസിന് ആ സ്റ്റേറ്റിൽ മാത്രമേ വാലിഡിറ്റി കാണുള്ളൂ. കേരളത്തിന്റെ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ഓർഡിനൻസ് ഇഷ്യൂ ചെയ്താൽ that ordinance validity will be applicable only to Kerala. തമിഴ്നാട്ടിൽ ആപ്ലിക്കബിൾ ആവത്തില്ല. ബട്ട് ഇഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ wants to issue an ordinance which is having validity all over India, then it has to be issued by President of India. അത് ദ്രൗപദി മുർമു ഇഷ്യൂ ആണ്. അതാണ് ഓർഡിനൻസ്. ഓർഡിനൻസിന് 6 മാസത്തെ വാലിഡിറ്റി ഉള്ളെങ്കിലും ഈ 6 മാസത്തിനകത്ത് വച്ച് പാർലമെന്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റുകളിലാണെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൽ അത് പാസ്സാക്കി എടുത്താൽ പിന്നീട് അത് പെർമനന്റ് വാലിഡിറ്റി ആണ്. അത് ലോ ആയിട്ട് മാറിയിട്ടാണ്. ഓക്കെ. പിന്നെ ഹേമന്ത് സോറൻ, ജയിലിൽ കിടക്കുന്ന ഹേമന്ത് സോറനായിട്ട് ബന്ധപ്പെട്ട അതൊന്നും വേണ്ട. നമുക്ക് അതിന് അടുത്ത പേജിലേക്ക് പോവാം. ഏതാ പറഞ്ഞ വിൽ സ്ക്രാപ്പ് അഗ്നിവീർ സ്കീം വേവ് ഡെപ്റ്റ് ഓഫ് ഫാമേഴ്സ് സെയ്സ് രാഹുൽ ഗാന്ധി പറയുന്നു ഇന്ത്യ ഗ്രൂപ്പ് അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അഗ്നിവീർ സ്കീം
അത് സ്ക്രാപ്പ് ചെയ്യും. ഞാൻ അതാ ഇത്തിരി മുമ്പേ പറഞ്ഞു, അവരങ്ങനെ പറഞ്ഞു. അഗ്നിവീർ സ്കീം സ്ക്രാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഡെറ്റ് വേവർ നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ അതൊരു മണ്ടത്തരമാണ്. ഡെറ്റ് വേവർ എന്ന് പറയുന്നത് ഫാമേഴ്സിന്റെ ലോണുകൾ ഫുൾ എഴുതിത്തള്ളും എന്നാണ്. ദാറ്റ്സ് എ കൈൻഡ് ഓഫ് ബാഡ് എക്കണോമിക്സ്. പല തവണ അത് രഘുറാം രാജനെ പോലുള്ള എക്കണോമിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളതാണ്. അതൊരു ബാഡ് എക്കണോമിക്സ് ആണ്. നമ്മളുടെ ഫാമേഴ്സിനെ സംരക്ഷിക്കാനുള്ള പേരിൽ അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ അവരുടെ കടങ്ങൾ ബാങ്കിൽ കിടക്കുന്നത് എഴുതി തള്ളിക്കഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷമായിരിക്കും. പക്ഷേ ഇന്ത്യൻ എക്കോണമിയിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ ഇതായിരിക്കുന്നു. മാത്രമല്ല ഫാമേഴ്സിന്റെ പ്രോബ്ലം അതുകൊണ്ട് തീരത്തുമില്ല. അവരുടെ ബേസിക് അടിസ്ഥാന പ്രോബ്ലങ്ങൾ അതുപോലെ നിലനിൽക്കും. വീണ്ടും ഈ ഫാമേഴ്സ് ബാങ്കിൽ നിന്നുകൊണ്ടിരിക്കും, വീണ്ടും ഒരു ഡെറ്റിലാവും, വീണ്ടും എഴുതി തള്ളേണ്ടി വരും. അതല്ല വേണ്ടത്. ഫാമേഴ്സിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തെന്ന് കണ്ടെത്തിയിട്ട് അവർക്കുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുടെ ഇൻകം, അവരുടെ ഫാമേഴ്സിന്റെ ഇൻകം ഡബിൾ ആക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഡെറ്റ് വേവർ ഈസ് എന്താ പറയുന്ന ഒരു ഷോർട്ട് കട്ടാണ് ഓട്ടോ കിട്ടാനുള്ള. പക്ഷേ രാജ്യത്തിന് ലോങ് ടൈമിൽ ദോഷമാണ്. പിന്നെ നവാബ് സിംഗ് സേനിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇവിടെ കാണാം. നവാബ് സിംഗ് സേനി ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നവാബ് സിംഗ് സേനി ഇസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഹരിയാന. നവാബ് അല്ല, നയാബ്. നയാബ് സിംഗ് സേനി ഇസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഹരിയാന, അല്ലേ? നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നു. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ സെറ്റിംഗ് ദ ബാർ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ സെറ്റിംഗ് ദ ബാർ എന്ന് എഴുതുന്ന എഡിറ്റോറിയൽ. അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ചുള്ള എഡിറ്റോറിയലാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇന്നലെ BJPയുടെ ലീഡേഴ്സ് ഒരു നിർദ്ദേശം ത്രൂ BJP പ്രസിഡന്റ് കൊടുത്തു. BJPയുടെ പ്രസിഡന്റ് ആരാണെന്ന് നമുക്കറിയാം, JP നദ്ദയാണ്. JP നദ്ദയ്ക്ക് അവരൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. You should advise your leaders to refrain from communal speeches during the election campaigning എന്നാണ് പറഞ്ഞത്. ഇലക്ഷൻ ക്യാമ്പയിനിങ് സമയത്ത് കമ്മ്യൂണൽ സ്പീച്ചസ് നടത്തുന്നതിന് നിങ്ങളുടെ ലീഡേഴ്സിന് നിങ്ങൾ ഇൻക്ലൂഡിംഗ് പ്രൈം മിനിസ്റ്റർ റിഫ്രെയിൻ ചെയ്യിക്കണം എന്ന് JP നദ്ദ എന്ന് പറയുന്ന BJP പ്രസിഡന്റിന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിർദ്ദേശം കൊടുത്തു. രണ്ടാമത് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ, അദ്ദേഹത്തിന് കൊടുത്ത ഒരു നിർദ്ദേശം, നിങ്ങളുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് വിത്തൗട്ട് എനി ബേസിസ് ഉയർത്തുന്ന ഒരു ക്യാമ്പയിനിങ് ഒരു തീമുണ്ട്. അതായത് വൺസ് BJP കംസ് ടു പവർ ദേ വിൽ ചേഞ്ച് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന്. എങ്ങും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യും എന്ന് പറയുമ്പോൾ അതൊരു കൈൻഡ് ഓഫ് ഫിയർ മോങ്കറിംഗ് ആണ്. അത് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങളുടെ ലീഡേഴ്സിനോട് പറയുക എന്ന് കോൺഗ്രസിന്റെ ലീഡേഴ്സിനോടും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞു. ഈ കാര്യം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ചെയ്തത് വളരെ നന്നായി. കാര്യം ഇലക്ഷൻ കമ്മീഷന്റെ ഇംപാർഷ്യാലിറ്റിയും ഇലക്ഷൻ കമ്മീഷന്റെ എന്താ പറയുന്ന അതോറിറ്റിയും അവർക്ക് ഇലക്ഷന്റെ സമയത്ത് പ്രകടിപ്പിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ആക്ഷൻസ് വേണം. ബട്ട് ഇറ്റ് ഈസ് already late because already fifth phase of election already completed and only two phases are remaining, the sixth phase and seventh phase. അപ്പോൾ already 400 കൂടുതൽ സീറ്റ്സ് നമ്മളിവിടെ ഇലക്ഷൻ കഴിഞ്ഞു. അപ്പം മുമ്പേ ചെയ്യേണ്ടതായിരുന്നു എന്നാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. രണ്ടാമത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ജസ്റ്റിഫൈഡ് ബാലൻസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ജസ്റ്റിഫൈഡ് ബാലൻസ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ അഗെയിൻ ഒരു ഇസ്രായേൽ ഹമാസ് റിലേറ്റഡ് എഡിറ്റോറിയലാണ്. ഇന്നത്തെ ഹിന്ദുവിലും ഇസ്രായേൽ ഹമാസ് റിലേറ്റഡ് എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അയർലൻഡും നോർവേയും അതുപോലെ സ്പെയിനും ഒക്കെ ഇവര് എന്താണ് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യമായിട്ട് പിന്നീട് റെക്കഗ്നൈസ് ചെയ്യാൻ പോകണം എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അതായിരുന്നു ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ. ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഈ ICCയുടെ മൂവാണ്. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇത്തിരി മുമ്പേ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഡിസ്കസ് ചെയ്ത സമയത്ത്. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് വാർ ക്രൈമുകളുടെ പേരിൽ ഇസ്രായേലിന്റെ ലീഡേഴ്സായ ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ, ഇവരെല്ലാം പിന്നീട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു നടപടിക്രമങ്ങൾ. അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റൂല, അതൊക്കെ എല്ലാം സിംബോളിക്കാണ്. അപ്പൊ അവരെ വാർ ക്രിമിനൽസ് ആയിട്ടൊക്കെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അപ്പം അത് ചെയ്യാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒപ്പം ഹമാസിന്റെ ലീഡേഴ്സിനെ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇത് രണ്ട് സൈഡിലും ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ബാലൻസിങ് ആണ്. പക്ഷേ ഈ ബാലൻസിങ് ഇസ്രായേലിന് ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. കാര്യം ഹമാസ് എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണെന്നാണ് വേൾഡിലെ മിക്ക കൺട്രീസ്, ഇന്ത്യ ഉൾപ്പെടെ ഡെസിഗ്നേറ്റ് ചെയ്തേക്കുന്നത് ഹമാസിന്റെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഈ ഹമാസിന്റെ അതേ തട്ടില് ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു ലെജിറ്റിമേറ്റ് കൺട്രിയെ കൊണ്ടുവരുമ്പോൾ അത് അവർക്കുണ്ടാക്കുന്ന നാണക്കേടോ അല്ലെങ്കിൽ ഒരു ഇൻസൾട്ടോ എന്നൊക്കെ പറയുന്ന സംഭവം വളരെ വലുതാണ്. അപ്പൊ അതിന്റെ പേരിൽ അവർ ഭയങ്കര പ്രൊട്ടസ്റ്റ് ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഈ രണ്ട് പേരും ഹമാസ് ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും
ഹ്യൂമാനിറ്റിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ചെയ്തത് ക്രൈംസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ബാലൻസിംഗിൽ തെറ്റില്ല. ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് രണ്ടുപേരെയും ഇത്തരത്തിൽ ബാലൻസ് ചെയ്യുന്നത് തെറ്റില്ല എന്നാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. പിന്നെ ഇത് നമ്മളുടെ ഒരു ആർട്ടിക്കിളാണ്, വെജിറ്റബിൾ ട്രൈംവറേറ്റ് ഇൻഫ്ലേഷൻ ആൻഡ് ടേക്ക് അവേ എന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അത് യഥാർത്ഥത്തിൽ ഇൻഫ്ലേഷനെ കുറിച്ചാണ്, എസ്പെഷ്യലി CPI കുറിച്ചാണ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ ഇന്ത്യയിൽ രണ്ട് തരത്തിലുള്ള ഇൻഫ്ലേഷൻ ഉണ്ട്, റീറ്റെയിൽ ഇൻഫ്ലേഷനും ഹോൾസെയിൽ ഇൻഫ്ലേഷനും. The inflation which is of main concern for the government of India and Reserve Bank of India is retail inflation, because that is directly affecting the poor people in India. അപ്പം റീറ്റെയിൽ ഇൻഫ്ലേഷൻ, ആ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ഉപയോഗിക്കുന്ന CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിച്ചാണ്. അത് കഴിഞ്ഞ കുറെ കാലമായിട്ട് നല്ല രീതിയിൽ ഉയർന്നു നിൽക്കുകയായിരുന്നു. ഇപ്പൊ അത് 4.8% ഉള്ളൂ. RBIയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടു മേക്ക് CPI ബേസ്ഡ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 4% ആക്കുക എന്നുള്ളതാണ്. അതിപ്പോ ഏതാണ്ട് അതിനടുത്തേക്ക് നിൽക്കുക. പക്ഷെ സ്റ്റിൽ ഈ ഒരു ഇൻഫ്ലേഷൻ്റെ അകത്ത് തന്നെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ വരുന്ന ഫുഡ് ഇൻഫ്ലേഷനാണ്. ഫുഡ് ഇൻഫ്ലേഷൻ ഈ ഇൻഫ്ലേഷൻ്റെ അകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഈ ഫുഡ് ഇൻഫ്ലേഷൻ കൂടി നിൽക്കുമ്പോൾ അത് നമ്മളുടെ കോമൺ മാനിന് ഏറ്റവും വലിയ പ്രത്യേകിച്ച് പാവപ്പെട്ട ആൾക്കാർക്ക് ഫുഡ് എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും പ്രധാനം. എല്ലാവർക്കും അതാണ്. അവർക്ക് ഫുഡ് ഇൻഫ്ലേഷൻ കൂടുമ്പോൾ അവരെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അവർ അതിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും പൈസ സ്പെൻഡ് ചെയ്യുക അവരുടെ കയ്യിലുള്ളത്. അപ്പൊ അത് കൂടിയ അവർക്ക് അത് എക്സ്പെൻസീവ് ആയാൽ അവർക്ക് പട്ടിണി വരെ ഉണ്ടാവാം. അപ്പൊ ഫുഡ് ഇൻഫ്ലേഷൻ കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെയാണ്. ഈ ഫുഡ് ഇൻഫ്ലേഷൻ തന്നെ മെയിൻ ആയിട്ട് 3 സാധനങ്ങളുടെ വിലയാണ് കൂടുന്നത്. അത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള 3 സാധനങ്ങൾ, ടൊമാറ്റോ, പൊട്ടറ്റോ ആൻഡ് ഇത് എന്താണ് ഉള്ളി, ഒനിയൻ. അപ്പം അതിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ് ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. പിന്നെ മുകളില് റഷ്യയും ചൈനയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനെ കുറിച്ചുള്ള ആർട്ടിക്കിളാണ്. അത് നിങ്ങൾ വേണമെങ്കിൽ വായിച്ചു നോക്കുക, നല്ലതാണ്, നല്ലൊരു ആർട്ടിക്കിളാണ്. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ അതൊന്നും വായിച്ചാലും കുഴപ്പമില്ല. അതിലടുത്ത പേജിൽ വാട്ടർ ടേൺ ഓഫ് ഡേറ്റയെ കുറിച്ചൊക്കെ ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. അതും നമുക്ക് വേണമെങ്കിൽ വായിച്ചാൽ മതി, നിങ്ങളുടെ ഇഷ്ടം വായിക്കുന്നത്. പിന്നെ അതിനടുത്ത പേജ് പോകുമ്പോൾ ഡൻകൻ ഇൻ ടെറാൻ, ഇന്ത്യ ഷോസ് സോളിഡാരിറ്റി വിത്ത് ഇറാൻ. ഇറാന്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി മരിച്ചതും എല്ലാം നമുക്ക് അറിയാം. അപ്പൊ ഇബ്രാഹിം റൈസി മരിച്ചു കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഫ്യൂണറൽ ഇന്നലെയായിരുന്നു. അപ്പൊ ആ ഫ്യൂണറലിൽ പങ്കെടുക്കാൻ ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ കുറച്ച് ലീഡേഴ്സേ എത്തിയുള്ളൂ. പക്ഷെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിന് അതിനുവേണ്ടി സെൻഡ് ചെയ്തു. അപ്പൊ അതാണ് ഇന്ത്യ ഇറാൻ ബന്ധം എന്ന് പറയുന്നത്. ഇന്ത്യ ഇറാൻ ബന്ധത്തിൽ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു ഇതാണ്. കാര്യം ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിന് ആണ് നമ്മൾ സെൻഡ് ചെയ്തത്. ഇറാനുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം, ഇന്ത്യയെക്കാളും കൂടുതൽ ബന്ധം നിലനിർത്തുന്ന ചൈനയും റഷ്യയും പോലും അവരുടെ സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ്സിനെ അയച്ചപ്പോൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനിൽ ഇരിക്കുന്ന ജഗദീപ് ധൻകർ നമ്മളുടെ വൈസ് പ്രസിഡന്റിനെ അയച്ചു. അപ്പൊ അതിനെ കുറിച്ചാണ്. പിന്നെ ഇവിടെ ഈ പേജിലെ ന്യൂസുകൾ നമുക്ക് ആവശ്യമില്ല. നെക്സ്റ്റ് പേജ് ഫുള്ള് രാഷ്ട്രീയമാണ്. അതിനടുത്ത പേജില് അവിടെയും കൂടുതലും പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. പിന്നെ സമ്രത് ചൗധരിയുടെ ഫോട്ടോ ഉണ്ട്, അത് പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. സമ്രത് ചൗധരി എന്ന് പറഞ്ഞാൽ ബീഹാറിന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആണ്. ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാറും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ സമ്രത് ചൗധരിയാണ്. പിന്നെ നെക്സ്റ്റ് പേജ് പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ന്യൂസ് ആണത്. RBI to transfer 2,10,874 crore surplus to center. അപ്പൊ RBI ഏതാണ്ട് 2,11,000 കോടി രൂപ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സർപ്ലസ് സെൻട്രൽ ഗവൺമെന്റിന് കൊടുത്തു. അതിൽ ആഹ്ലാദിച്ചാണ് ഇന്നലെ സ്റ്റോക്ക് മാർക്കറ്റ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ ഭയങ്കരമായിട്ട് ഉയർന്നു. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി സൺ ഫാർമയെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് സൺ ഫാർമ. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ സുനാഗ് അനൗൺസസ് UK പോൾ ഫോർ July 4. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാണ്. ബ്രിട്ടന്റെ ഇലക്ഷൻ നടക്കാൻ പോണത് July 4 ഇത് പെട്ടെന്നുള്ളൊരു അനൗൺസ്മെന്റ് ആണെന്നൊക്കെ ഇത്ര മുമ്പേ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിന്റെ കാരണങ്ങൾ ഇന്നത്തെ ഹിന്ദുവിൽ എഡിറ്റോറിയലായിട്ട് വന്നിട്ടുണ്ട്. അതും ഞാൻ നിങ്ങളോട് പറഞ്ഞാണ്. പിന്നെ ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ഫ്യൂരിയസ് ആസ് യൂറോപ്യൻ ട്രയോ റെക്കഗ്നൈസസ് പാലസ്റ്റീൻ എന്ന് പറഞ്ഞ ന്യൂസ്. അതായത് പാലസ്തീന് യൂറോപ്പില് ഹംഗറി, അതുപോലെ അയർലൻഡ്, അതുപോലെ അയർലൻഡ്, അതുപോലെ പിന്നീട് ആരൊക്കെയായിരുന്നു, അയർലൻഡും സ്പെയിനും നോർവേയും റെക്കഗ്നൈസ് ചെയ്തു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ പരാതികളെ കുറിച്ചാണ് ആ ന്യൂസ് എന്ന് പറയുന്നത്. ഇനി
പിന്നെയുള്ള ന്യൂസ് ബുക്കർ പ്രൈസിനെ കുറിച്ചാണ്. ബുക്കർ പ്രൈസ്, ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് വിൻ ചെയ്തത് കൈറോസ് എന്ന് പറയുന്ന ഒരു ബുക്കാണ്. കൈറോസ് അതൊരു ജർമ്മൻ ഭാഷയിൽ എഴുതപ്പെട്ട ബുക്കാണ്. അതിന്റെ റൈറ്റർ ജെന്നി എർപ്പൻബെക്ക് ആണ്. ജെന്നി എർപ്പൻബെക്ക്. പക്ഷെ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരാളുണ്ട്, അയാളും കൂടെ ചേർത്താണ് എപ്പോഴും അവാർഡ് കൊടുക്കുന്നത്. ട്രാൻസ്ലേറ്റർ ഇംഗ്ലീഷിലേക്ക് കൊടുക്കുള്ളൂ ഈ അവാർഡ്, ഇംഗ്ലീഷ് ബുക്കുകൾക്ക്. അപ്പം കൈറോസ് എന്ന് പറയുന്ന ബുക്കിന് ജെന്നി എർപ്പൻബെക്ക് എന്ന് പറയുന്ന ജർമ്മൻ എഴുത്തുകാരി, അവർക്കാണ് ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ബിംസ്റ്റെക്കിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ബിംസ്റ്റെക്ക് എന്താണെന്ന് വെച്ചാൽ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോഓപ്പറേഷൻ. ബിംസ്റ്റെക്ക് ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോഓപ്പറേഷൻ. ബിംസ്റ്റെക്ക് അത് ഇന്ത്യ ഉള്ള ഒരു ഗ്രൂപ്പാണ്. ഇന്ത്യയാണ് ഒരു ലീഡർ ആ ഗ്രൂപ്പിന്റെ, ബിംസ്റ്റെക്കിന്റെ. 7 രാജ്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. ഇന്ത്യ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ശ്രീലങ്ക, നേപ്പാൾ, പിന്നെ മ്യാൻമറും തായ്ലൻഡും. 7 രാജ്യങ്ങൾ. ഇന്ത്യ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, ശ്രീലങ്ക, മ്യാൻമർ ആൻഡ് തായ്ലൻഡ്. അങ്ങനെ 7 രാജ്യങ്ങളാണ് ബിംസ്റ്റെക്കിലുള്ളത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ധാക്കയാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ബംഗ്ലാദേശിന്റെ ക്യാപിറ്റൽ ധാക്കയാണ്. പിന്നെ സ്പോർട്സ് പേജ് വേണ്ട, അതിനടുത്ത പേജിൽ അവിടെ സ്പോർട്സ് നമുക്ക് ആവശ്യമുള്ളതൊന്നുമില്ല. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഹിന്ദു ഇന്നത്തെ ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. എല്ലാവരും ഇത് കണ്ടിന്യൂഷൻ നോട്ട്സ് എഴുതിയെടുക്കുക.